നാരായണീയം ചെല്ലാമെന്നും അതിൻ്റെ കഥയൊക്കെ പറയാമെന്നൊക്കെ കുറേ നാളായി പറയണം. ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നാരായണീയത്തിൻ്റെ ദശകം വായിച്ച് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ദശകം ചെല്ലാം. പ്രഥമ സ്കന്ധം, ഒന്നാം ദശകം. പരബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമത്രേ പുനരുപുരുഷാർത്ഥാത്മ്യകം ബ്രഹ്മതത്വം അത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യഞ്ജനാനാം. വർത്തിച്ച ആനന്ദജ്ഞാനം എന്നിവയുടെ സ്വരൂപത്തോടു കൂടിയതും തുലനം ചെയ്യുവാൻ അർഹതമായ അപരവസ്തുവില്ലാഭാവത്താൽ അനുപമവും ദേശം കാലം അളവ് എന്നീ മാനദണ്ഡങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി അവയിൽ നിന്ന് സ്വതന്ത്രമായ ശക്തിയോടെ സ്ഥിതി ചെയ്യുന്നതും ഒട്ടേറെ വേദോ ഉപനിഷദയർ വാക്യങ്ങളാൽ മറ്റുള്ളവർക്ക് സ്ഫുടവുമായ പ്രകാശിക്കപ്പെട്ടിട്ടുള്ളതും പ്രഥമ വീക്ഷണത്തിൽ അതിപ്രഭാവം വ്യക്തമാക്കിയതുമായ ക്രമേണ ശ്രേഷ്ഠമായ പുരുഷാർത്ഥമായി മോക്ഷസാധനമായി അനുഭവപ്പെടുന്നതുമായ സദാ മായാവിലാസത്തിൽ പുറത്ത് സ്വതന്ത്ര രൂപത്തിൽ വർത്തിക്കുന്നതും ആയ യഥാർത്ഥ ബ്രഹ്മസ്വരൂപം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു പ്രശോഭിക്കുന്നു. എന്താ ആശ്ചര്യം! ജനങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. എബന്ധുല്ലപ്യവസ്തുന്നവി സുലഭതയാ ഹസ്തലബ്ധേയതന്നൽ തന്നാവാജാധിയാവാ ഭജതി ഭജന ക്ഷുദ്രദൈവസ്ഫുടേയം ഏതെന്നാവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മമാനമേനം ഗുരുഭവനപുരാ ആദേശമേ ആശ്രയാമ. ഇത്രയേറെ മഹാത്മ്യമുള്ള ദുർലഭവുമായ ബ്രഹ്മതത്വം സുലഭമായി കരഗതമാകാനുള്ള സാധ്യതയുണ്ടായിട്ടും ജനങ്ങൾ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ അന്യദേവന്മാരെ സേവിക്കുന്നു എന്നത് കഷ്ടം തന്നെ. ഇത് വ്യക്തിപരമായ ക്ഷുദ്ര മനോഭാവമാണ്. പക്ഷേ ഭക്തരായ ഞങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പ്രാപഞ്ചിക ദുഃഖവിനാശത്തിനു വേണ്ടി സർവ്വജീവാത്മാക്കളുടെയും നായകനും പരബ്രഹ്മമൂർത്തിയുമായ ഈ ഗുരുവായൂർനാഥനെ തന്നെ ആശ്രയിക്കുന്നു. സ്വത്വം യത്തൽ പരിഭ്യാമ പരിഫലനതോ നിർമ്മലം തേന താവത് ഭൂതർമേന്ദ്രിയസ്തൈവ വിരുതിപക്ഷു ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛാത്യാദ്യ രച്ഛാതി തവര സുഖചിത്ത ഗർഭനർഭാസ്വരൂപം തസ്മിൻ തന്നാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹന്തേ. രജസ്, തമസ് എന്നീ രണ്ട് ഗുണങ്ങളോട് കലരാതെ നിർമ്മലമായ സത്വഗുണത്തിൽ നിന്നും സംജാതമായ പഞ്ചഭൂതങ്ങളാണ് ഭഗവാന്റെ ശരീരമെന്ന് വ്യാസവചനം പല പുരാണങ്ങളിലും പ്രഖ്യാതമായിരിക്കുന്നു. പരിശുദ്ധിയിൽ യാതൊരു മറവുമില്ലാതെ ആനന്ദ നിർഭരമായ ഹൃദയത്തിൽ ആ പുണ്യവിഗ്രഹം പ്രതിബിംബിക്കുമ്പോൾ അതിനെ ശ്രവിക്കുന്നതും ധ്യാനിക്കാനും ആഹ്ലാദമാകുന്നു. അതോടൊപ്പം അനായാസം ചിത്തത്തിൽ ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങയുടെ ആ നിർമ്മലമൂർത്തിയിൽ ധ്യാനാത്മാക്കൾ ഒരുമിച്ച് ജീവിക്കുന്നു. നിഷ്കമ്പേ നിത്യപൂർണേ നരപതി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്ത ബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലാസതുല്യം ഖലു വിമലധരാ സത്തമാസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകല ഇതി വജസ്തം ത്വൽക്കലാസേവ്യഭൂമൻ. അനക്കമറ്റതും നിത്യസമ്പൂർണവും പരമാനന്ദമാകുന്ന പീയൂഷത്തിൽ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും തന്നെ ലയിച്ചിരിക്കുന്ന നിരവധി സായുജ്യപ്രാപ്തി ലഭിച്ച ജീവാത്മാക്കളോടുകൂടി പ്രകാശിക്കുന്നതുമായ ആ പരിശുദ്ധ പരബ്രഹ്മ സാഗരത്തിൽ അത് നിർമ്മലമായ സത്വഗുണം തിരമാലയുടെ കാന്തിക്ക് തുല്യമാണെന്ന് ജ്ഞാനികൾ പറയുന്നു. അങ്ങനെയുള്ള സത്വഗുണാത്മാവായ അങ്ങ് നിഷ്കളങ്കനാകുന്നു. ഹേ വിഷ്ണു, അങ്ങയുടെ അംശങ്ങളായ അവതാരങ്ങളെ സംബന്ധിച്ചിടത്ത് മാത്രം കലകളോടുകൂടിയവനെന്ന് വാക്ക് ശരിയാകുന്നു. നിഷ്കമ്പേ നിർവ്യാപാരോ അവി നിഷ്കരണമജ ഭജസേ ക്രിയാമീക്ഷണാഖ്യം തനൈവാ
ദേതി ലീനാ പ്രകൃതി രസതി കൽപ്പാതികാലേ തസ്സാം സംശുദ്ധമംശം കമവീതമതിരോധായകം സത്വരൂപം സത്വം ധൃത്താ ദദാസി സ്വമാഹിമ വിഭവാ ഗുണ്ടരൂപം. ജനമൃതികളിൽ നിന്ന് മുക്തനായ ഭഗവാനെ നിഷ്ക്രിയ സ്വഭാവമായിരുന്നിട്ടും അകാരണമായി ഉണ്ടാകുന്ന അങ്ങയുടെ നോട്ടത്തെ ആശ്രയിച്ച് അങ്ങയെ ലീനമായി കിടക്കുന്നതും തികച്ചും അസ്തിത്വമില്ലാത്തതുമായ മായാശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണർന്ന് വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഈ വൈകുണ്ഠ വാസിൻ അങ്ങയുടെ പ്രഭാവശക്തിയാൽ പ്രവർത്തിക്കുന്ന മായയിൽ നിന്ന് ജ്ഞാനകർമ്മങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തില്ലാത്തതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധവുമായ സത്വഗുണത്തിന്റെ അംശത്തെ സ്വീകരിച്ച് കൊണ്ട് അങ്ങ് അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു. സത്യേ പ്രത്യുഗ്രധാരാധരലളിതകളായ ആവലി കേളികാരം ലാവണ്യാസൈകസാരം സുഗതി ജനദൃശാം പുണ്യപുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീല നിലയനമൃത സന്തോഷമന്ദേ സഞ്ചിന്തഗാനം അവര് അനുകലയേ മാരുതാകാരനാഥ. ഏ ഗുരുവായൂരപ്പ, നീ നിറഞ്ഞ പുതുമേഘങ്ങളുണ്ടെന്നും കായാമ്പമലനിരയെയും അപഹസിക്കുന്നതും ലാവണ്യ പൊലിമയുടെ ഏകസാരമായിരിക്കുന്നതും സുഗതികളുടെ കണ്ണിൽ നിറഞ്ഞ പുണ്യത്തിന്റെ അവതാരമായതും ലക്ഷ്മി ദേവിയുടെ യഥേഷ്ടങ്ങളായ ലീലാവിലാസങ്ങളുടെ ഇരിപ്പിടവുമായതും നിരന്തരം ഭജിക്കുന്നവരുടെ ഉള്ളിൽ അമൃത പ്രവാഹം വർഷിക്കുന്നതും ആയ അങ്ങയുടെ ആ സത്താത്മക വപസ്സിനെ ഞാൻ സദാ ധ്യാനിക്കുന്നു. ഇപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ഇതിൽ പറയാം. നാരായണീയം എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാനൊരു പ്രാർത്ഥനയായിരുന്നു നാരായണീയം ചൊല്ലി ഇടാമെന്നുള്ളത്. അത് ഞാൻ ചെയ്തു എന്ന് മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.